ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പാറസ് പ്ലാനറ്റ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് ഞാൻ കയ്പില്ലാണ്ട് നമുക്ക് എങ്ങനെ നാരങ്ങ അച്ചാറിടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഫസ്റ്റിലെ തന്നെ നല്ല ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. 16 ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം വിളഞ്ഞ നാരങ്ങയാണ്. അപ്പോൾ ചെറുനാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു 2 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം. നാരങ്ങ പൊട്ടരുത്, അത്രയും ഇട്ട് തിളപ്പിക്കാൻ പാടില്ല. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. പിന്നീട് ഞാൻ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉപ്പ് ജസ്റ്റ് അതിൻ്റെ കയ്പൊന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഈ ഉപ്പ് നാരങ്ങയിൽ പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് വെള്ളം എല്ലാം മാറി നന്നായിട്ട് തുടച്ചെടുത്ത നാരങ്ങയാണ്. ഇനി നമുക്കിത് ഒരു കുപ്പി കണ്ടെയ്നറില്ലേ, പൊട്ടുന്ന ടൈപ്പ് കണ്ടെയ്നറിൽ നമുക്കിത് ഇട്ട് വെക്കണം. പ്ലാസ്റ്റിക് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിതൊരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഞാനിവിടെ 1/4 കപ്പ് വിനീഗർ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഉപ്പും വിനീഗറും എല്ലാ നാരങ്ങയിലേക്കും പിടിക്കണം. ആ രീതിയിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിങ്ങനെ നമ്മൾ 2 ദിവസം ഇങ്ങനെ തന്നെ വെക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. 2 ദിവസത്തിന് ശേഷം എടുത്തതാണിത്. ഇപ്പോൾ കണ്ടില്ലേ, നാരങ്ങയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു നാരങ്ങ ഇവിടെ 4ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ 6ആയിട്ടോ 8ആയിട്ടോ ഒക്കെ വേണമെങ്കിലും കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല മൂർച്ചയുള്ള നൈഫ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം ഒരുപാട് പുറത്തേക്ക് വരില്ല. പിന്നീട് നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ സീഡ് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള നാരങ്ങയും കൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കട്ടെ. പിന്നീട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കുടം വെളുത്തുള്ളിയാണ്. പിന്നീട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് വേണ്ടതൊക്കെ ഞാൻ ഓരോന്ന് ചേർക്കുമ്പോൾ പറയാം. പിന്നീട് നമുക്ക് വേണ്ടത് അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കടായിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചീനിച്ചട്ടിയിലോ കട്ടിയുള്ള പാത്രങ്ങൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അച്ചാർ ഇടുന്നത് എപ്പോഴും നല്ലെണ്ണയിലാണ് നല്ലത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് താളിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ താളിച്ച മിക്സിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരണം. ചെറുതായിട്ടൊരു മൂത്ത രീതിയിൽ, ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് മൂക്കണം. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. കാരണം പൊടികൾ ചേർക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം വേണം നമുക്ക് പൊടികൾ ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് അതിൻ്റെ ആ പച്ചമണം, നമ്മൾ ചേർത്ത് കൊടുത്ത മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ച കുത്തലൊന്ന് മാറി കഴിയുന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഞാൻ ചേർക്കുകയാണ്. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. വിനീഗറും ഉപ്പും കൂടെ ഉപ്പും നാരങ്ങയും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു വെള്ളമാണ് അതിൽ കാണുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിം ആക്കി വെച്ച് കൊടുക്കാം. കാരണം ഇപ്പോൾ ഒഴിച്ചപ്പോൾ നന്നായിട്ട് വെള്ളമായിട്ടിരിക്കുകയല്ലേ. ഇനി അത് ജസ്റ്റ് ഒന്ന് പരണ്ട് വരണം, അതിലേക്ക് നാരങ്ങയിലേക്കെല്ലാം ഒന്ന് പിടിക്കണം. അപ്പോൾ ഫ്ലെയിം ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കുകയാണ്. 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കൂട്ടി ആ തിളയൊന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വറുത്ത് പൊടിച്ച ഉലുവയുടെ പൊടിയാണ് ചേർക്കുന്നത്. അതും 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ് വെച്ചിരുന്നത് നാരങ്ങയിൽ. അപ്പോൾ അത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഇതിൽ ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. പിന്നീട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് ലാസ്റ്റിൽ. അപ്പോൾ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അച്ചാർ വേണ്ടത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അച്ചാർ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. ഒട്ടും കയ്പുണ്ടാവില്ല. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒട്ടും കയ്പുണ്ടാവില്ല. നന്നായിട്ട് അലിഞ്ഞിരിക്കും. കഷ്ണങ്ങളൊക്കെ ആണെങ്കിലും നന്നായിട്ട് അലിഞ്ഞ് നല്ലൊരു അച്ചാറായിരിക്കും ഇത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.